ഹലോ. ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടാ. ഞാൻ ആദ്യമായിട്ടാ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണത്. അപ്പോൾ എൻ്റെ ഡേ തുടങ്ങിയത് തന്നെ ഒരു ഉച്ചയായപ്പോഴാണ്. ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്ത് പോവാന്ന്. ശരിക്കും നല്ല തണുപ്പുണ്ടായിരുന്നു. ശരിക്കുള്ള ടെമ്പറേച്ചർ -2 ആയിരുന്നെങ്കിലും ഫീൽസ് ലൈക്ക് ടെമ്പറേച്ചർ ഒരു -12 ആയിരുന്നു. അപ്പോൾ കുറേ നാളായി സൈക്കിളിലൊക്കെ പോയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് സൈക്കിളിൽ പോവാന്ന്. അങ്ങനെ ഒരുവിധം സൈക്കിൾ റൂമിൽ നിന്ന് സൈക്കിളൊക്കെ എടുത്ത് ഞാൻ പോയി. ആദ്യം ഞാൻ മാസ്ക് വെക്കേണ്ട പോയത്. അപ്പോൾ കുറച്ച് ദൂരം എത്തിയപ്പോഴേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഞാൻ സൈക്കിൾ നിർത്തിയിട്ട് മാസ്കും വെച്ചു, കൂടാണ്ട് ഒരു എക്സ്ട്രാ ഗ്ലൗസും കൂടി ഇട്ടു. ഞാനിന്ന് പോയത് ഹാംസ്റ്റഡിലുള്ള പബ്ലിക് ലൈബ്രറിയിലേക്കാട്ടാ. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് സ്കാറ്റ വർക്കറ്റ് അല്ലെങ്കിൽ സ്വീഡിഷ് ടാക്സ് ഏജൻസി ഉള്ളത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയിരുന്നുകൊണ്ട് കുറേ കുട്ടികളും പാരൻസൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പബ്ലിക് ലൈബ്രറിയിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറച്ച് സ്പേസും അതുപോലെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ലൈബ്രറിയിൽ കയറിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം കണ്ടുപിടിക്കാൻ കുറച്ച് നേരം നടന്നു. കാരണം ഞാൻ നേരം വൈകിട്ട് വന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയൊരു കോർണറിൽ ഞാൻ കുറച്ച് നേരം ഇരുന്നു. പക്ഷെ അവിടെ ഇരുന്നിട്ട് ഒരു രസം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വീണ്ടും നോക്കിയപ്പോൾ നല്ലൊരു സ്ഥലം ഒഴിഞ്ഞു കിടക്കണു. അങ്ങോട്ട് ഞാൻ മാറിയിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം ലൈബ്രറിയിലിരുന്നു. ഒരു ഉച്ച കഴിഞ്ഞോടുകൂടി ലൈബ്രറിയിലുള്ളിലേക്ക് നല്ലതായിട്ട് വെയിലടിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ബ്ലൈൻഡ്സ് താഴ്ത്തി, ഒരു 3/4 ഭാഗത്തിൻ്റെ അടുത്ത് ബ്ലൈൻഡ്സ് താഴ്ത്തിയിട്ടുണ്ടായിരുന്നു. ഇതിവിടെ മാത്രമല്ല, മിക്ക ഓഫീസുകളിലും നമ്മുടെ കോളേജിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. നന്നായിട്ട് വെയിലടിക്കുന്ന സമയം വരുമ്പോൾ ബ്ലൈൻഡ്സ് അവർ താഴ്ത്തും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വെയിൽ പോയപ്പോൾ അവർ ബ്ലൈൻഡ്സൊക്കെ പൊന്തിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് നേരം ലൈബ്രറിയിലിരുന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ശരിക്കും 4 മണി വരെ ലൈബ്രറി ഉള്ളൂ. അപ്പോൾ ലൈബ്രറിയുടെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു അടയ്ക്കാറായി എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ബുക്ക് എടുത്താലോ എന്ന്. അങ്ങനെ ഞാൻ നമ്മുടെ ഇംഗ്ലീഷ് സെക്ഷനിൽ പോയിട്ട് ഒരു ബുക്ക് എടുത്തു, ദ ബോയ് ഇൻ ദ സ്ട്രൈപ്ഡ് പജാമാസ്. ഞാനത് എവിടെയോ കണ്ട് വായിച്ചു മറന്നൊരു പേര് പോലെ എനിക്ക് തോന്നി. ഇത് ശരിക്കും ഞാനൊരു വായിക്കാനുള്ളൊരു ശ്രമമാണ്. കുറേ നാളായി ഞാൻ പുസ്തകമൊക്കെ വായിച്ചിട്ട് ശരിക്കും. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല, പക്ഷെ എന്തായാലും ഞാനത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ലൈബ്രറിയിൽ നിന്ന് പുറത്തിറങ്ങി. ഞാൻ ലൈബ്രറിയുടെ ഉള്ളിലിരുന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ റിവറിൻ്റെ സൈഡിൽ അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ പിള്ളേരും ആൾക്കാരൊക്കെ വന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടേക്കൊന്ന് പോയി നോക്കിയപ്പോൾ നല്ല രസമുണ്ട്. കാരണം എന്താ വെച്ചാൽ മഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ ഉറഞ്ഞ് കിടക്കുകയാണ്. പക്ഷെ മഞ്ഞിൻ്റെ പാളികൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, മഞ്ഞിൻ്റെ ക്രിസ്റ്റൽസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ മഞ്ഞിൻ്റെ പാളികളുണ്ടല്ലോ, ഗ്ലാസ് പാളികൾ പോലെ സൈഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ എടുത്തിട്ട് അവിടേക്ക് ഇങ്ങനെ എറിയും. അപ്പോൾ നല്ലൊരു സൗണ്ട് വരും. അതുപോലെ ആ മഞ്ഞിൻ്റെ ക്രിസ്റ്റൽസിൻ്റെ മേലെ കൂടെ നടക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാനിത് രണ്ടും ട്രൈ ചെയ്ത് നോക്കി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ആ മഞ്ഞിൻ്റെ ക്രിസ്റ്റൽസിൽ കൂടെയൊക്കെ നടക്കാനും അതുപോലെ ആ പാളികൾ പൊട്ടിക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ കുറേ നേരം അവിടെ നിൽക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര തണുപ്പും കാറ്റുമൊക്കെ ആയിട്ട് കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ വേഗം അവിടെ നിന്ന് പോന്നു. ഞാൻ പോരുമ്പോഴും അവിടെ ഉണ്ടായിരുന്ന 2 താങ്കൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കയ്യിലാണെങ്കിൽ ഗ്ലൗസ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ ഈ 2 ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഇത്ര തണുപ്പ്. അങ്ങനെ ഞാൻ സൺസെറ്റ് കഴിഞ്ഞിട്ട് മുന്നേ വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട് വേഗം സൈക്കിളൊക്കെ ചവിട്ടി പോന്നു. അതിൻ്റെ ഇടയിൽ വില്ലീസിലൊന്ന് കയറി. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴേക്കും നന്നായിട്ട് വിശക്കുണ്ടായിരുന്നു. അപ്പം ചായ കുടിക്കാമെന്ന് വെച്ചു. കുറച്ച് ദിവസം മുന്നേ വാങ്ങിച്ചു വെച്ച ഒരു ഉണ്ണിയപ്പത്തിൻ്റെ പാക്കറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു, നല്ല ഫ്രോസൺ ഉണ്ണിയപ്പം. ഭയങ്കര നൊസ്റ്റാൾജിയും ആഗ്രഹമൊക്കെ തോന്നിയിട്ട് വാങ്ങിച്ചു വെച്ച ഉണ്ണിയപ്പം. അങ്ങനെ ആ തണുത്ത് മരവിച്ചിരിക്കുന്ന ഉണ്ണിയപ്പത്തിനെ ഞാൻ ഓവനിൽ വെച്ചിട്ട് സോഫ്റ്റാക്കി എടുത്തു. കൂടെ ഒരു ചായയും കൂടി ഉണ്ടാക്കി. അങ്ങനെ ചായ ഉണ്ണിയപ്പം കഴിച്ച് കൂടെ ഒരു നെറ്റ്ഫ്ലിക്സിൻ്റെ മൂവിയൊക്കെ കണ്ടു. വൈകുന്നേരം ആയപ്പോഴും ഫുഡൊക്കെ അടിച്ച് കിടന്നുറങ്ങി. അപ്പം ഇതാണ് എൻ്റെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫോർ നൗ.